CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകിയാണ് ദൈവപുത്രന്റെ തിരുപ്പിറവിയെ വിശ്വാസികൾ വരവേറ്റത്. പള്ളികളിൽ പാതിരാ കുർബാനയിലടക്കം വിശ്വാസികൾ വിവിധ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. വെള്ളിനേഴി പഞ്ചായത്തിലെ ചാമക്കുന്ന്, മള്ളിയൂർ കോളനി പ്രദേശങ്ങളിൽ CPI കുറുവട്ടൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തി. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിനും വാട്ടർ അതോറിറ്റിക്കുമെതിരെ ജനകീയ സമരം ഉണ്ടാവുമെന്നും നേതാക്കൾ. ഓങ്ങല്ലൂർ, മരുതൂർ, തൊണ്ടിയന്നൂരിൽ കരിങ്കൽ ക്വാറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. ജനവാസ മേഖലയിൽ ക്വാറി ആരംഭിക്കുന്നതിനെതിരെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി രൂപീകരിച്ചു. പെരിന്തൽമണ്ണയിൽ വയോധികന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. സംഭവത്തിൽ മകനെ അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 18-നാണ് കേസിനാസ്പദമായ സംഭവം. കരുതലിന്റെയും അതിജീവനത്തിന്റെയും സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. പള്ളികളിൽ പാതിരാ കുർബാനയിലടക്കം വിശ്വാസികൾ വിവിധ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. മാനവരക്ഷയ്ക്ക് പരസ്പര സ്നേഹത്തിന്റെ സന്ദേശം പകർന്നു നൽകിയ ഉണ്ണിയേശുവിന്റെ ജനനം ആഘോഷമാക്കുകയാണ് ലോകമെങ്ങുമുള്ള ജനത. നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീകളുമായി ഒരുക്കി വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷിക്കുകയാണ്. ശത്രുവിനെ സ്നേഹിക്കാൻ സ്വജീവിതത്തിലൂടെ ലോക ജനതയ്ക്ക് പാഠമായ യേശുദേവന്റെ ജീവിതം മാതൃകയാക്കാനാണ് ഓരോ തിരുപ്പിറവിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പള്ളികളിൽ പാതിരാ കുർബാനയിലടക്കം വിശ്വാസികൾ വിവിധ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCN. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകിയാണ് ദൈവപുത്രന്റെ തിരുപ്പിറവിയെ വിശ്വാസികൾ വരവേറ്റത്. മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ചാണ് ഓരോ ക്രിസ്മസ് രാത്രിയും കടന്നു പോകുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ലോകത്തോട് അരുൾ ചെയ്ത ദൈവപുത്രന്റെ തിരുപ്പിറവി ആഘോഷമാക്കുകയാണ് നാടും നഗരവും. കരോൾ ഗാനങ്ങളും മധുരം പങ്കുവയ്ക്കലും പാതിരാ കുർബാനയുമായി വിശ്വാസികളുടെ കൂടിച്ചേരലുകൾ ഇത്തവണത്തെ ആഘോഷത്തിനും മാറ്റേകുന്നുണ്ട്.
ഡിസംബർ പിറന്നതോടെ വിശ്വാസികൾ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. വീടുകളിൽ നക്ഷത്രങ്ങൾ നേരത്തെ മിഴി തുറന്നു. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ഗീതങ്ങളും പുണ്യദിനാഘോഷത്തിന് വർണ്ണശോഭ നൽകി. സ്നേഹവും സന്തോഷവും പകർന്ന് ക്രിസ്മസ് പാപ്പമാർ തെരുവുകളിലും വീടുകളിലും സജീവമായി. ഇന്ന് ആഘോഷത്തിന്റെ പകലാണ്. സാഹോദര്യവും കുടുംബബന്ധങ്ങളും പുതുക്കുന്ന പുണ്യദിനം. ന്യൂസ് ഡെസ്ക് CCN. ചെർപ്പുളശ്ശേരി നന്മ സ്പോർട്സ് അക്കാദമി ലോഞ്ചിംഗ് നന്മ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ അക്കാദമി രൂപീകരിക്കപ്പെടുന്ന കാലം ചെർപ്പശ്ശേരിയിൽ നല്ലൊരു സ്റ്റേഡിയം ഉണ്ടാവണമെന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായി അതിൻ്റെ വലിയ ശ്രമങ്ങൾ നടക്കുന്ന കാലമാണ്. നന്നായി കളിച്ചു വളരാൻ ഇന്ന് നമ്മൾ ചെർപ്പശ്ശേരിക്ക് ഇല്ലാതെ പോകുന്നത് ഗ്രാമപ്രദേശങ്ങളിലുള്ള കളി സ്ഥലങ്ങളൊക്കെ തന്നെ ഇല്ലാതാവുന്നു എന്നുള്ള വലിയ വിഷമം. അതിനും സർക്കാർ എല്ലാലുമല്ല തദ്ദേശ സ്ഥാപന അതിർത്തിയിലും ഓരോ സ്റ്റേഡിയം വേണമെന്ന തീരുമാനമെടുക്കുകയും ചെർപ്പശ്ശേരിയിലും അത്തരമൊരു സ്റ്റേഡിയം സമീപ ഭാവിയിൽ അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ നിന്ന് നമ്മളതിനുള്ള സാമ്പത്തിക സഹായമൊക്കെ തന്നെ പ്രതീക്ഷിച്ചതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സ്റ്റേഡിയം കൂടി യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ചെർപ്പശ്ശേരിയുടെ ഫുട്ബോൾ പെരുമയും സ്പോർട്സ് പെരുമയും മറുനാളിലേക്ക് കൂടി എത്തുന്ന രീതിയിൽ വളർന്നു വരും എന്ന പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്. എന്തായാലും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നുള്ള എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും നന്നായി കളിച്ചു വളരാൻ, ഇനി ഇവിടെ വളർന്നു വരുന്ന എല്ലാ കുട്ടികൾക്കും കളിച്ചു വളരാനുള്ള സൗകര്യം നൽകാൻ കഴിയുന്ന വിധത്തിൽ ഈ സ്പോർട്സ് അക്കാദമിയുടെ പ്രവർത്തനം വിപുലമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് സ്പോർട്സ് അക്കാദമി ആരംഭിച്ചത്. ഇതിന്റെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അബ്ദുൽ ഹക്കീം ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. എക്സാക്ട്ലി ഒരു 10-16 വർഷത്തോളം മുമ്പ് ടീം രൂപം കൊണ്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ തന്നെ താമസിച്ച് ആഴ്ചക്ക് വീട്ടിൽ പോയി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു 1.5 വർഷത്തോളം ചെർപ്പശ്ശേരിയിൽ മാത്രം ഞാൻ കളിച്ച് വളർന്ന് ഒരു പരിധി വരെ ഇന്ത്യൻ ടീമിൽ എത്താനുള്ള ഒരു പ്രധാന ഘടകം ഇവിടുത്തെ സെവൻസും ഇവിടുത്തെ ആൾക്കാരായിട്ട് ഇടപഴകിയും കുറേ കാലം കളിച്ചു. ചെർപ്പശ്ശേരി അൽമദീന ആരിസ് കാർഡ് ടീം അറിയായിരിക്കും. അതിനിപ്പോൾ കേരളത്തിലെ നമ്പർ 1 ടീമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഫുട്ബോളിനെ സംബന്ധിച്ചോളം നല്ല കൂറുള്ള മണ്ണാണ്. അതിനൊരു നല്ലൊരു അടിത്തറയില്ലാത്തൊരു പ്രശ്നമാണ് ഇത്രയും കാലം പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയൊരു ഫുട്ബോൾ അക്കാഡമി നന്മ എന്നുള്ള അക്കാഡമിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിന് എല്ലാവിധ സപ്പോർട്ടും സഹകരണവും കോച്ചസ് മാത്രം വിചാരിച്ചാൽ പോരാ, രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാം മുൻകൈയെടുത്ത് ചെയ്താൽ മാത്രമേ ഇന്നില്ലെങ്കിൽ നാളെ ഒരു ഫുട്ബോൾ പ്ലെയർ വളർന്നു വരാൻ ചാൻസ് ഉള്ളൂ. കായിക താരങ്ങളായ അനന്തു, സി ചിത്ര എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. അടുത്തത് സി ചിത്ര, നമ്മുടെ അയൽപ്രദേശമായ വീട്ടിക്കാടിൻ്റെ മണ്ണിൽ നിന്നും, അതുപോലെ ക്രോസ് കൺട്രി ഗോൾഡ് മെഡലിസ്റ്റ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഈ ധന്യ നേട്ടങ്ങൾ കൈവരിച്ച സി ചിത്രയെ ഉപഹാരം നൽകി ആദരിക്കുന്നു. കെ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. സൈഫു മാട്ര സ്വാഗതം പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. ശ്രീകൃഷ്ണപുരം ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സ്ഥാനാരോഹണ ചടങ്ങും ഈ വർഷത്തെ ടോബിബ് അവാർഡുകളും വിതരണം ചെയ്തു. ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. പ്രൊഫഷണൽ രംഗത്തെ മികവിനായി സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ OP ജോയ്സി, പ്രശസ്ത നർത്തക KN ശ്രീയ, ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ സ്ഥാപക ഡോക്ടർ സരിക ശിവൻ എന്നിവർക്കാണ് അവാർഡ്.
JCI ശ്രീകൃഷ്ണപുരത്തിന്റെ 13ാം സ്ഥാനാരോഹണ ചടങ്ങിൽ JCI ഇന്ത്യയുടെ മുൻ ദേശീയ പ്രസിഡന്റ് സന്തോഷ് കുമാർ, JCI മേഖലാ അധ്യക്ഷ ചിത്ര KS എന്നിവർ ചേർന്ന് പുരസ്കാരം സമർപ്പിച്ചു. ചടങ്ങിൽ JCI ശ്രീകൃഷ്ണപുരം പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. മേഖലാ വൈസ് പ്രസിഡന്റ് അനേക്, വർഷ S കുമാർ, സിറിൽ ബേബി, സുനിൽ കുമാർ, ജയന്തി, മേഖലാ കോർഡിനേറ്റർ അരുൺ രവി, പ്രോഗ്രാം ഡയറക്ടർ സുരേഷ്, സെക്രട്ടറി സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ പല പഞ്ചായത്തുകളിലും തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപകമായി അഴിമതി നടക്കുന്നുണ്ടെന്ന് BJP മണ്ഡലം കമ്മിറ്റി. ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ വർഷങ്ങളായി തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന പരാതിയിൽ ഇക്കഴിഞ്ഞ ഓംബുഡ്സ്മാൻ സിറ്റിംഗിൽ ഓവർസിയർ മുരളിയെയും മറ്റൊരു ജീവനക്കാരിയുടെയും പേരിൽ നടപടിയെടുത്തിരുന്നു. അഴിമതി നടത്തിയ പണം തിരിച്ചടയ്ക്കാൻ പറയുകയും ചെയ്തു. എന്നാൽ ഭരണസമിതിയുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി ഈ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തതെന്ന് BJP നേതാക്കൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഓരോ സ്ഥലങ്ങളിലും ഇതിൻ്റെ ഓംബുഡ്സ്മാൻ അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ്റെ സിറ്റിങ്ങിൽ കഴിഞ്ഞ ദിവസം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഓംബുഡ്സ്മാൻ്റെ സിറ്റിങ്ങിൽ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി നടന്നതായി കണ്ടെത്തുകയും അതിൻ്റെ ഉത്തരവാദിത്തം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന അവിടുത്തെ എഞ്ചിനീയറായിട്ടുള്ള മുരളിയുടെ പേരിൽ ആരോപിക്കുകയും അതിനെതിരെ ഓംബുഡ്സ്മാൻ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അറിയാൻ കഴിഞ്ഞത് 1 മാസത്തോളം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഓംബുഡ്സ്മാൻ്റെ ഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള CPM പോലുള്ള രാഷ്ട്രീയ സംഘടനകൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഈ തൊഴിലുറപ്പിനെ വകമാറ്റിക്കൊണ്ടും അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ടും നടക്കുന്ന ഈ നിലപാടിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതായിട്ട് ഉള്ള രേഖകൾ വിവരാവകാശ പ്രകാരം എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള നടപടിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്നാൽ ഈ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും നേതാക്കളായ BJP മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ, കടമ്പഴിപ്പുറം ഏരിയ ജനറൽ സെക്രട്ടറി സന്തോഷ് P എന്നിവർ പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. കോട്ടപ്പുറം തിരുവളനാട്ടുകാവിൽ 27-ന് തിരുവാതിര ആഘോഷം നടക്കും. 200ഓളം പേർ മെഗാ തിരുവാതിരക്കളിയിൽ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നൃത്താധ്യാപകൻ പുത്തൂർ പ്രമോദ് ദാസ് ഉദ്ഘാടനം ചെയ്യും. 29-ന് മണ്ഡലകാല താലപ്പൊലി ആഘോഷിക്കും. വൈകിട്ട് 7-ന് നിധിനും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സുധ, 8:30-ന് തായമ്പക, പുലർച്ചെ 2-ന് മേളം എന്നിവ ഉണ്ടാകും. വൈകിട്ട് 5:30-ന് 200ഓളം പേർ അണിനിരക്കുന്ന മെഗാ തിരുവാതിരക്കളി നടക്കുമെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ MT സുരേഷ്, K മുരളീമോഹൻ, MP മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരുവാതിരാഘോഷം കേരളത്തിലെ സ്ത്രീകളുടെ ഒരു മഹാ ആഘോഷമാണ് ഒരു തിരുവാതിര ആഘോഷം. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും തിരുവാതിര നോമ്പ് നോറ്റ് സ്ത്രീകൾ വളരെ വനിതകളുടെ ആഘോഷം വളരെ ഗംഭീരമായി നടക്കുന്ന സമയത്ത് ഡിസംബർ 27-ന് കോട്ടപ്പുറം തിരുവളനാട്ടുകാവിൽ തിരുവാതിര ആഘോഷത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര കളി സംഘടിപ്പിച്ചിട്ടുണ്ട്. 200ഓളം കലാകാരികളാണ് അതിൽ പങ്കെടുക്കുന്നത്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താണ്. അതുപോലെ തന്നെ മണ്ഡലകാലപ്പൊലി 7 മണി തൊട്ട് 29 ഡിസംബർ 29-ന് 7 മണി തൊട്ടിട്ട് 8 മണി വരെ സംഗീത സുധ ധനു മാഷും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സുധ ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാം ഉണ്ടായിരിക്കും. CCN കടമ്പഴിപ്പുറം. വെള്ളിനേഴി പഞ്ചായത്തിലെ ചാമക്കുന്ന് മള്ളിയൂർ കോളനി പ്രദേശങ്ങളിൽ CPI കുറുവട്ടൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തി. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിനും വാട്ടർ അതോറിറ്റിക്കുമെതിരെ ജനകീയ സമരമുണ്ടാവുമെന്നും നേതാക്കൾ പറഞ്ഞു.
കഴിഞ്ഞ 3 മാസക്കാലമായി കുടിവെള്ളമില്ലാതെ വലയുകയാണ് ഈ ദേശത്തുള്ളവർ. 2 കുടിവെള്ള പദ്ധതികൾ ഉണ്ടെങ്കിലും അതിന്റെ പ്രയോജനവും നിലച്ചു. കുടിവെള്ളമില്ലെന്നു കാണിച്ച് വാട്ടർ അതോറിറ്റിക്കും പഞ്ചായത്തിനും നിവേദനങ്ങൾ നൽകിയിട്ടും അധികാരികൾക്ക് ഒരു കുലുക്കവുമില്ലെന്നും നാട്ടിൽ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുവാൻ CPIക്ക് കഴിയില്ലെന്നും CPI ലോക്കൽ സെക്രട്ടറി ആലങ്കുണ്ടിൽ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളെയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിനെയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും രേഖാമൂലം കത്ത് ഞങ്ങൾ കൊടുത്തതാണ്. ഇതുവരെ പഞ്ചായത്ത് ഭരിക്കുന്ന CPIMോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഇതിൻ്റെ പരമാർത്ഥം. എന്നാൽ ഇന്നലെ ഇവിടുത്തെ 2ാം വാർഡിലെ മെമ്പർ കുറച്ച് കുടിവെള്ളം ഇത് കൊടുത്തു എന്നാണ് ഞങ്ങൾ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും CPI വെളിനൈ ലോക്കൽ കമ്മിറ്റി ഈ പ്രദേശത്തെ ആളുകളുടെ ആവശ്യപ്രകാരം ഈ വിഷയം ഏറ്റെടുക്കുകയും വെളിനൈ പഞ്ചായത്തിലെ മള്ളിയൂർ കോളനി പരിസരത്തും മാത്രമല്ല ഏത് പ്രദേശത്താണെങ്കിലും ജനങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ഈ വെള്ളം എത്തുന്നത് വരെ, വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്തുന്നത് വരെ എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ CPI വെളിനൈ ലോക്കൽ കമ്മിറ്റി ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല വെളിനൈ ഗ്രാമപഞ്ചായത്ത് ഈ വിഷയം ഗൗരവമായി കാണണമെന്നാണ് CPIക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം മുഴുവൻ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് CPI വെളിനൈ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെളിനൈ ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിൽ വലിയൊരു ഉപരോധം ഞങ്ങൾ സംഘടിപ്പിക്കും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. CPI ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് PV, നാരായണൻകുട്ടി, TP അഭിലാഷ്, MC അശ്വൻ, MC ഉണ്ണി, ശങ്കരൻകുട്ടി MC എന്നിവർ കുടിവെള്ള വിതരണത്തിൽ പങ്കെടുത്തു. അധികാരികൾ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിനും വാട്ടർ അതോറിറ്റിക്കുമെതിരെ ജനകീയ സമരം ഉണ്ടാവുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ ഭാഗത്ത് 2 കുടിവെള്ള പദ്ധതി ഉണ്ട്. ഈ 2 വളരെ ദയനീയ അവസ്ഥയിലാണ്. ആരും ഒരു ജനപ്രതിനിധികളും ഇതിനു വേണ്ടി സഹകരിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ എല്ലാവരോടും സമ്മർദ്ദം ചെലുത്തി. എല്ലാവരും ഞങ്ങളോട് ഞാൻ ശരിയാക്കാം, ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ക്ഷമിക്കൂ, വേറൊന്നുമില്ലല്ലോ, ഈ ഒരു ചോദ്യം അല്ലാതെ ഞങ്ങളുടെ ഇടയിൽ വന്ന് ഇതപ്പം MLA അടക്കം 2 വർഷത്തിന് ശേഷം ആ മനുഷ്യനുണ്ടോയെന്നും കൂടി ഞങ്ങൾ ഈ ഭാഗത്തു കൂടെ കണ്ടിട്ടില്ല. അപ്പോൾ വേറൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെയൊക്കെ ഒരു ചെറുപ്പം മുതൽ കാണുന്ന ഒരു കാഴ്ചയാണ്. ഒരു മനുഷ്യൻ മരണസമയത്ത് അത്യാവശ്യം ആഗ്രഹപ്പെടുന്ന ഒരു കാര്യമാണ് വായിലൊരു തുള്ളി വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിനൊരു വലിയ അത് കൊടുക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ബാധ്യതയാണ്. അതിനെങ്കിലും ദയനീയമായി ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ട് ഈ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതിൽ ഇടപെടണം. ഭയങ്കരമായി ഒരവസ്ഥയിലാണ് ജനങ്ങളും സ്ത്രീകളും കുട്ടികളൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയിൽ പോയി ഞാനൊരു 10 മൃഗങ്ങളെ വെച്ച് പാല് കറന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ രാധേട്ടൻ പറഞ്ഞു ഇങ്ങനെ മൃഗങ്ങളൊക്കെ വളരെ വെള്ളം കുടിക്കുക, അപ്പം മൃഗങ്ങൾക്കൊക്കെയുള്ള ഈ വെള്ളം കൊടുത്താൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും, ക്രിമിനൽ കുറ്റമാണ് എന്നുള്ളൊരു ഡയലോഗ് അയാൾ പറയണ്ടായി. ഈ മൃഗങ്ങൾക്കായിട്ടൊരു വെള്ളം നമ്മുടെ കേരളത്തിലുണ്ടോ? എന്താണ് അതിൻ്റെ സംവിധാനം? മനസ്സിലാവണില്ല. ഇങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ അമലാംബിക റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളിയിൽ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി. രാവിലെ 7 മണിക്ക് ആഘോഷമായ ക്രിസ്തുമസ് കുർബാന നടന്നു. ഇടവക വികാരി വെൻ ഫാദർ സുജിൻ ജോൺ ക്രിസ്തുമസ് സന്ദേശം നൽകി. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിന്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നാമപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ശേഷം വിവിധ ഭവനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കേക്ക് പങ്കുവച്ചും ക്രിസ്തുമസ് ട്രീ നറുക്കെടുപ്പും നടന്നു. ബത്ലഹേം നഗരി തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് പുൽക്കൂട് ഒരുക്കിയത്. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. പെരിന്തൽമണ്ണയിൽ വയോധികന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ്. സംഭവത്തിൽ മകനെ അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 18-നാണ് കേസിനാസ്പദമായ സംഭവം. പൊന്നിയകുറിശി കാരയിൽ ഉണ്ണികൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് മകൻ വിനോദിനെ അറസ്റ്റ് ചെയ്തത്. രാവിലെ ഉണ്ണികൃഷ്ണൻ ഉറക്കമുണരാത്തതിനെ തുടർന്ന് ഭാര്യയും മകൻ പ്രദീപും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. സംഭവം നടക്കുന്നതിന്റെ തലേന്ന് ഉണ്ണികൃഷ്ണനും മകൻ വിനോദും തമ്മിൽ വാക്കുതർക്കവും അടിപിടിയും നടന്നിരുന്നു. ഇതിനിടെ സംഭവിച്ച പരിക്കാണ് മരണകാരണമെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ മകനെ അറസ്റ്റ് ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. ഓങ്ങല്ലൂർ മരുതൂർ തൊണ്ടിയന്നൂരിൽ കരിങ്കൽ കോറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. ജനവാസ മേഖലയിൽ കോറി ആരംഭിക്കുന്നതിനെതിരെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി രൂപീകരിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂർ തൊണ്ടിയന്നൂരിൽ കരിങ്കൽ കോറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. കോറിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ ജനകീയ പ്രക്ഷോഭ സമിതി രൂപീകരിക്കുന്നതിന് മുന്നോടിയായി യോഗം ചേർന്നു. മരുതൂർ ALP സ്കൂളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ P പ്രസന്ന, ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ VT ഷിഹാബ്, MP മാലതി, വിജയൻ പൂവക്കോട്, PM വാസുദേവൻ മാസ്റ്റർ, AM നാരായണൻ മാസ്റ്റർ തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. അവർ വലിയ സാമ്പത്തിക ശക്തികളാണ്. അല്ലാതെ ചില്ലറക്കാർക്കൊന്നും പോയി കൊടുക്കാൻ പറ്റില്ല. വലിയ സാമ്പത്തിക ശക്തികളാണ്. കാരണം ധാരാളം പണം മുടക്കാൻ കഴിയുന്ന വലിയ വലിയ ആളുകളാണ് അവർ. അപ്പം അവരെ ഏതറ്റം വരെയും പോയി അവർക്ക് അനുകൂലമായ ഉത്തരവുകൾ സമ്പാദിക്കാൻ പ്രാപ്തരാണ്. പഞ്ചായത്തിന് എന്താ ചെയ്യാൻ കഴിയുള്ളൂ? പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഒരു ആവശ്യമായിട്ട് വന്നാൽ പഞ്ചായത്ത് ബോർഡ് കൂടി ആ ആവശ്യം അംഗീകരിക്കാൻ പറ്റുമില്ല എന്നുള്ളത് പഞ്ചായത്തിന് ചെയ്യുള്ളൂ. അങ്ങനെ പഞ്ചായത്ത് ഇതുവരെ നടത്തി പോകുന്നുണ്ട്. നിരസിച്ചിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാഴ്ചപ്പാടിൽ പഞ്ചായത്ത് ഇതുവരെയും അത് നിരസിച്ചിട്ടുണ്ട്. പക്ഷേ ആ പഞ്ചായത്ത് എത്ര തന്നെ പിടിച്ചു നിന്നാലും നിരസിച്ചാലും ഈ പറഞ്ഞ വകുപ്പുകൾ, ഈ 4-5 വകുപ്പുകൾ അവരുടെ നിരാക്ഷേപ പത്രം, അവർക്ക് ആക്ഷേപമില്ല എന്നുള്ള അവർ സമ്മതപത്രം കൊടുത്തു കഴിഞ്ഞാൽ സാങ്കേതികമായിട്ട് അതിൻ്റെ മുമ്പിൽ വേറെ തടസ്സമില്ല. എന്നാൽ ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ, ജനങ്ങൾ ഒരുമിച്ച് ഒരു പ്രദേശത്ത് ഒറ്റക്കെട്ടായി നിന്നാൽ ഇത്തരം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയും. ഒരുപാട് അനുഭവങ്ങളുണ്ട്, തോറ്റ അനുഭവങ്ങളുണ്ട്, പരാജയപ്പെട്ടാൽ ധാരാളം അനുഭവങ്ങൾ വേറെയുണ്ട്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി റോഡിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരെ തൊണ്ടിയന്നൂർ മലയുടെ താഴ്വാരത്താണ് സ്വകാര്യ വ്യക്തി കോറി തുടങ്ങുന്നത്. ഇതിനാവശ്യമായ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളുടെയെല്ലാം അനുമതി ലഭിച്ചതിനു ശേഷം ഉടമ കോറി ആരംഭിക്കാൻ തീരുമാനിച്ചതായാണ് അറിയുന്നത്. CCN പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകിയാണ് ദൈവപുത്രന്റെ തിരുപ്പിറവിയെ വിശ്വാസികൾ വരവേറ്റത്. പള്ളികളിൽ പാതിരാ കുർബാനയിലടക്കം വിശ്വാസികൾ വിവിധ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. വെള്ളിനേഴി പഞ്ചായത്തിലെ ചാമക്കുന്ന് മള്ളിയൂർ കോളനി പ്രദേശങ്ങളിൽ CPI കുറുവട്ടൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തി. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിനും വാട്ടർ അതോറിറ്റിക്കുമെതിരെ ജനകീയ സമരം ഉണ്ടാവുമെന്നും നേതാക്കൾ. ഓങ്ങല്ലൂർ മരുതൂർ തൊണ്ടിയന്നൂരിൽ കരിങ്കൽ കോറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. ജനവാസ മേഖലയിൽ ക്വാറി ആരംഭിക്കുന്നതിനെതിരെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി രൂപീകരിച്ചു. പെരിന്തൽമണ്ണയിൽ വയോധികന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. സംഭവത്തിൽ മകനെ അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 18-നാണ് കേസിനാസ്പദമായ സംഭവം.
ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.